എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഈ കൻ്റോൺമെൻറ്റ് ലൈഫിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഷിഫ്റ്റിംഗ് ബുദ്ധിമുട്ടല്ലേ എന്ന്. പക്ഷേ ഒരു പട്ടാളക്കാരൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് ഈ ക്യാൻ ടു ക്യാൻ ലൈഫ് എന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. പോകുന്ന നാടൊക്കെ നമ്മുടേതായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ കൻ്റോൺമെൻറ്റിനുള്ളിലും ഒരു ഇന്ത്യയുണ്ട്. എല്ലാ ഭാഷക്കാരും ഉണ്ട്. ഏത് സാഹചര്യത്തിലും പല അസൗകര്യങ്ങളും അതിജീവിക്കാൻ അറിയാതെങ്കിലും നമ്മൾ ശീലിക്കുന്നുണ്ട്. ഒരു പക്ഷേ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്ന ഡിസിപ്ലിൻ ഉണ്ട്. പല റെസ്ട്രിക്ഷൻസിനിടയിലും ഞങ്ങൾ കണ്ടെത്തുന്ന സന്തോഷങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സിവിൽ ലൈഫിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ ഒരു കൻ്റോൺമെൻറ്റ് കൾച്ചർ അത് അനുഭവിച്ചു തന്നെ അറിയണം. എൻ്റെ സ്വന്തം വീടിനേക്കാൾ എൻ്റെ ആർമി ക്വാർട്ടേഴ്സ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടക്കം ചിരിക്കാറുണ്ട്. കേൾക്കുന്നവർക്കൊക്കെ അതിശയോക്തി തോന്നിയാലും ഒരു ഫൗജി വൈഫിന് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണത്. ഒരു ഫൗജി വൈഫിന് ഒരു കൻ്റോൺമെൻറ്റ് ലൈഫിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്തത്ര കഥകളുണ്ടാവും.